പാരീസിന് ചാംസ് എലീസ് എങ്ങനെയാണോ, ന്യൂയോർക്കിന് ബ്രോഡ്വേ എങ്ങനെയാണോ, ലണ്ടനിന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എങ്ങനെയാണോ, അതേപോലെ തന്നെയാണ് മാഡ്രിഡിന് ഗ്രാൻഡ് വിയ. അവിടെ വളരെ മെജസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഹിസ്റ്റോറിക് ബിൽഡിങ്സും അതിൻ്റെ കൂടെ തന്നെ മോഡേൺ ബിൽഡിങ്സും വൈബ്രന്റ് കഫേസും ഷോപ്പിംഗ് സെന്റേഴ്സും ഇതെല്ലാം കാണുമ്പം നമുക്ക് ആ മാഡ്രിഡിന്റെ എനർജിയും ഭംഗിയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഗ്രാൻഡ് വിയയിലൂടെ ഒരു ചെറിയ വാക്കിംഗ് ടൂർ പോവാം. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റ്സിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺ എയർ മ്യൂസിയം ഓഫ് ആർക്കിടെക്ചർ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ ബിൽഡിങ്സ് ആണ്, എല്ലാം ഒരുപോലത്തെ അല്ല, എല്ലാം ഡിഫറെൻറ്റ് ആർക്കിടെക്ചറാണ്. അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഞാനൊന്ന് ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കുറേ തരത്തിലുള്ള ആർക്കിടെക്ചർ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എക്ലക്റ്റിക് ആർക്കിടെക്ചർ, നിയോ ബാരോക്ക് ആർക്കിടെക്ചർ, ആർക്ക് ഡെക്കോ ആർക്കിടെക്ചർ, അങ്ങനെ ഒരു മിക്സഡ് ആർക്കിടെക്ചറാണ് ഇവിടെ. ഫുട്ബോൾ പ്രേമികളുടെ സ്ഥലമാണല്ലോ, അപ്പം ഇവിടെ റിയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിന്റെ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള കുറേ ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും സ്ട്രീറ്റ്സിലൊക്കെ. ഈ സ്ട്രീറ്റിലൊക്കെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള വലിയ ഹൈ ബ്രാൻഡ് ഐറ്റംസ് എല്ലാം കിട്ടും നമുക്ക്. അതേപോലെ പക്ഷെ ഇവിടെ ചെറിയ പ്രൈമാർക്കും ഒക്കെ ഉണ്ട്. പ്രൈമാർക്കൊക്കെ ആണെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. വലിയ മോശമില്ലാത്ത ക്വാളിറ്റിയാണ്. സ്ട്രീറ്റ്സ് ഒക്കെ വളരെ ക്രൗഡഡ് ആണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും വേണം, ഇല്ലെങ്കിൽ പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ധാരാളം ഉണ്ട്. അതുപോലെ മോസ്റ്റ്ലി ഇവിടെ പെണ്ണുങ്ങളൊക്കെയാണ്, നമ്മളെ വന്ന് തട്ടിയിട്ടൊക്കെ പോവും. തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ ബാഗിൽ പേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ധാരാളം ഇൻസിഡൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ. പക്ഷെ ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഓരോന്ന് നോക്കി പതുക്കെ അവിടെയൊക്കെ നിന്ന് എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഫേസും ഒക്കെ ഉണ്ട്. ഇത് വയ്യാന്ന് തോന്നുകയാണെങ്കിൽ വെളിയിൽ ചെയറും ബെഞ്ചും ഒക്കെ ഉണ്ട്, അവിടെ ഇരിക്കാം, കഫേസിൽ പോയി കഴിക്കാം. ഞങ്ങളും കുറേ നടന്നു. പിന്നെ അവിടെ പ്രൈമാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം ഉച്ചയായി, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഉച്ചയായി. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ മ്യൂസിയം ഓഫ് പ്രാഡോ എന്ന് പറഞ്ഞിട്ടൊരു വളരെ ഫേമസ് ആണ്, ബ്രിട്ടീഷ് മ്യൂസിയം, ലൂവർ മ്യൂസിയം ഒക്കെ പോലെ വേൾഡ് ക്ലാസ് മ്യൂസിയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു. ഇവിടെ എല്ലാ മ്യൂസിയം, യൂറോപ്പിൽ എല്ലാ മ്യൂസിയവും പാലസും ഒക്കെ എല്ലാത്തിനും ടിക്കറ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അതെല്ലാം ഫുള്ളാണ്. അപ്പോഴാണ് കണ്ടത് 6 മണി തൊട്ട് 8 മണി വരെ ഫ്രീ ആണ്, എല്ലാവരെയും കയറ്റുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ 6 മണിക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ 6 മണി ആയപ്പോഴത്തേക്കും ആ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. ഞങ്ങളൊരു 5:30 ആയി. നമ്മൾ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര വലിയ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കയറാൻ പറ്റുന്ന പോലും തോന്നിയില്ല. അത്രയ്ക്കധികം ക്യൂ ആയിരുന്നു. ആൾക്കാരിത് ഫ്രീ ആയിട്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ആ സമയത്താണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഏറ്റവും ബാക്കിലായി. പക്ഷേ അതിശയം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ 6 മണി കൃത്യമായപ്പോഴത്തേക്കും ക്യൂ മൂവ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരെല്ലാവരും ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അകത്ത് കയറാൻ പറ്റി നമുക്ക്. ഇത് സ്പെയിനിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ട് മ്യൂസിയം ആണ്. മാത്രമല്ല വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഇതാണ് ആ മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറുന്നതിന്റെ എൻട്രൻസ്. ഈ മ്യൂസിയത്തിൽ യൂറോപ്യൻ ആർട്ടിന്റെ ഒരു വളരെ വലിയ ശേഖരം തന്നെയുണ്ട്. നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത കുറേ യൂറോപ്യൻ ആർട്ടിസ്റ്റുകളുടെ ഒരു 8000 പെയിന്റിംഗ് കളക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അകത്ത് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം അത് കാരണം ഫസ്റ്റ് കയറുമ്പോൾ ഉള്ള ഒരു ഹാളാണിത്. അപ്പോൾ അങ്ങനെ 2 സൈഡിലും ലൂവറിലൊക്കെ പോലെയുള്ള തന്നെ അവർ അങ്ങനെ കുറേ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പെയിൻറ്റിങ്സും നമുക്ക് മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും അവിടെ നോക്കി നമുക്കത് അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാക്കാൻ എടുക്കും. അപ്പോൾ ഈ ഒരു മ്യൂസിയം കാണുമെങ്കിൽ എത്ര സമയം എടുക്കും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഈ മ്യൂസിയം തന്നെ വളരെ ഭംഗിയാണ്. അതിനകത്ത് സ്പേഷ്യസ് ആയിട്ടുള്ള ഗാലറീസും എലിഗൻ്റ് ആയിട്ടുള്ള കോളംസും നല്ല രസമാണ് അതിൻ്റെ അകത്ത് കാണാനും. അവരുടെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതും ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും ഒക്കെ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന സ്കൾപ്ചർ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ദ മീറ്റിംഗ് എന്നാണ്. അത് ജുവാൻ മുനോസ് എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ആർട്ടിസ്റ്റാണ് ഇത് സ്കൾപ്ചർ ഉണ്ടാക്കിയത്.
അപ്പോൾ അതെന്തോ ഒരു തോട്ട് പ്രൊവോക്കിംഗ് സ്കൾപ്ചർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല, എന്താണ് അത് പ്രൊവോക്ക് ചെയ്യുന്നത്. അതൊരു മോഡേൺ ആർട്ടിൻ്റെ ഒരു ഫോമാണ്. അത് 3 പേരിങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് അങ്ങനെ കുറേ ഉണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇതിനെപ്പറ്റി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇത് അവർ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ സോഷ്യൽ ഹയറാർക്കി ആൻഡ് പവർ ഡിഫറൻസ്, അങ്ങനത്തെയൊക്കെയാണ് ഈ ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലായത്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഗൂഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര സൗകര്യമാണല്ലേ. ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പം നോക്കി മനസ്സിലാക്കാം. മാത്രമല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാം, എല്ലാത്തിനും വഴി കണ്ടുപിടിക്കാം. ഞങ്ങളുടെ ഓരോ ട്രാവലിനും ഗൈഡായിട്ടോ അല്ലെങ്കിൽ വഴികാട്ടിയായിട്ടോ ഉള്ളത് ഗൂഗിൾ തന്നെയാണ്. അതില്ലെങ്കിൽ അതൊന്ന് ഒരു മിനിറ്റ് നിന്ന് പോയാൽ നമ്മുടെ പോക്കൊക്കെ നിൽക്കും. അവിടുത്തെ ഒരു വലിയ ഫേമസ് ആർട്ടിസ്റ്റാണ് ഗോയ എന്ന് പറഞ്ഞ്, അവരുടെ സ്റ്റാച്യൂവും വെളിയിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചേർച്ച് 500 കൊല്ലം പഴയ ഒരു ഗോത്തിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ചേർച്ചാണ്. ലോസ് ജെറോണിമോസ് എന്നാണ് പേര്. ഇവിടെ സൺ സെറ്റ് ചെയ്യുമ്പം 9 മണിയൊക്കെ ആവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8:15 ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാവുമല്ലോ എന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ കയറി ആ പള്ളിയിലൊന്ന് പോകാമെന്നൊക്കെ വിചാരിച്ച് മുകളിലേക്ക് പോയി. $1500 ഉണ്ടാക്കിയ ഈ ചേർച്ച് സ്പാനിഷ് റോയൽ ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ആ കാലത്ത്. അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇസബെല്ലൈൻ ഗോത്തിക് ആർക്കിടെക്ചറാണ്. ഇത് മാഡ്രിഡിലെ വളരെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചേർച്ചാണ്. ആ ചേർച്ചിൻ്റെ മുമ്പിലുള്ള റോഡിൽ കൂടി നമ്മളിങ്ങനെ കുറച്ച് നടന്നു. അതിൻ്റെ മുകളിൽ നിന്ന് പ്രാഡോ മ്യൂസിയം കാണാൻ എന്ത് ഭംഗിയായിരുന്നു, അത് ഞാൻ കാണിക്കാം. ആ മ്യൂസിയം ബിൽഡിങ്ങിലെ ലൈറ്റും 2 സൈഡിലുള്ള ഗ്രീനറിയും ആ സ്റ്റെപ്പും അതേപോലെ സൺ സെറ്റ് ചെയ്യുന്ന ആ ഒരു സ്കൈയുടെ കളർ ഡിഫറൻസും എല്ലാം കൂടി നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ആ ചർച്ചിനകത്ത് കയറി ഒന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. അവിടുത്തെ ഇതൊക്കെ കണ്ടു. അപ്പം നല്ല ഭംഗിയായിട്ട്, നല്ലൊരു ചേർച്ച്, കുഞ്ഞു ചേർച്ചാണ്, പക്ഷേ നല്ല രസമായിട്ടുണ്ട്. യൂറോപ്പിൽ ചെറുതും വലുതുമായിട്ട് ധാരാളം ചേർച്ചസ് ഉണ്ട്. അതിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേയധികം ചേർച്ചുകൾ യൂറോപ്പിലാണുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, നോട്ടർഡാം, പിസ കത്തീഡ്രൽ, കൊളോൺ, സഗ്രാഡ ഫെമിലിയ, അങ്ങനെ ധാരാളം ചേർച്ചുകൾ വളരെ ഫേമസ് ആയിട്ടുള്ളത് യൂറോപ്പിൽ തന്നെയാണുള്ളത്. ഇത് വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റും വളരെ പഴയതും ഒക്കെ ആണെങ്കിലും ഇതൊരു ചേർച്ചാണ്. പക്ഷേ അൽ മുദീന ഒരു കത്തീഡ്രലാണ്. അപ്പം ചേർച്ചും കത്തീഡ്രലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രിസ്ത്യൻ പ്ലേസ് ഓഫ് വർഷിപ്പാണ് ചേർച്ച്. പക്ഷേ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിഷപ്പിന് സ്ഥാനമുള്ള ഒരു ചേർച്ചായിരിക്കും. എല്ലാ കത്തീഡ്രലും ചേർച്ചായിരിക്കും, പക്ഷേ എല്ലാ ചേർച്ചും കത്തീഡ്രലാവില്ല. അതാണ് വ്യത്യാസം. അങ്ങനെ ഞങ്ങൾ ചേർച്ചൊക്കെ കണ്ട് താഴെ വന്നപ്പോഴത്തേക്കും മ്യൂസിയത്തിലെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ആ ഗാർഡനിലൊക്കെ ഇരുന്നു. അവിടെ നല്ല രസമാണ്. അവിടെ ഈ മ്യൂസിയത്തിൻ്റെ മുമ്പിലൊക്കെ നല്ല ഫൗണ്ടനൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടുത്തെ ആ ഗാർഡനും ഇതൊക്കെ കാണാൻ. അപ്പം ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം ഞങ്ങളങ്ങനെ നടന്നു പോയി. ഈ പ്രാഡോ മ്യൂസിയത്തിൻ്റെ നേരെ വിപരീതമായിട്ട് ഒരു മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ടിൻ്റെ മ്യൂസിയം ഉണ്ട്, റെയ്ന സോഫിയ മ്യൂസിയം ഓഫ് മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ട് എന്ന് പറഞ്ഞ്. അത് ഇവിടെ വളരെ അടുത്ത് തന്നെയാണ്. അതും കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ്. പിക്കാസോയുടെ വർക്കും പിന്നെ വാർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ വർക്ക്സും ഒക്കെ ഉണ്ട്. പക്ഷേ അത് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ അടുത്ത് തന്നെ താമസിച്ചിരുന്നത്, എന്നാലും അത് കാണാൻ പറ്റിയില്ല. ഇനി മാഡ്രിഡിലെ വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.